നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റീരിയൽ സയൻസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ എന്ന സബ്ജക്റ്റിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രെസ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയതാണ്. റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ആ റെസിസ്റ്റീവ് ഫോഴ്സ് എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡിന് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്നുള്ളത് ലോഡ് പെർ യൂണിറ്റ് ഏരിയ എന്നും നമുക്ക് വിളിക്കാം. അതിന് നമുക്ക് സ്ട്രെസ് എന്നുള്ള പേരുകൊണ്ട് ആ കോൺസെപ്റ്റ് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. അതാണ് എൻ്റെ ഇക്വേഷൻ. സ്ട്രെസ്സിനെ നമ്മൾ സിഗ്മ എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും, ലോഡിനെ പി എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും, ക്രോസ് സെക്ഷണൽ ഏരിയനെ എ എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഈ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ, അതല്ലാന്നുണ്ടെങ്കിൽ പാസ്കൽ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രെസ്സിൻ്റെ യൂണിറ്റുകളാണ്. ഇന്ന് സംസാരിക്കാനുള്ളത് സ്ട്രെയിൻ എന്നുള്ള കോൺസെപ്റ്റാണ്. എന്താണ് സ്ട്രെയിൻ മനസ്സിലാക്കാം. ആക്ച്വലി സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ വെൻ ഇറ്റ് ഈസ് ഡിഫോംഡ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ to original dimension when it is deformed. When it is deformed എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ആ കാര്യം സംസാരിക്കാം. എന്താണ് ഡീഫോർമേഷൻ എന്നുള്ളത്? ഞാനൊരു ഒബ്ജക്റ്റ് എടുക്കുകയാണ്. ഇതൊരു ഒബ്ജക്റ്റാണ്, ഒരു റെക്റ്റാങ്കുലർ ഒബ്ജക്റ്റാണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ലെങ്ത്ത് ഒരു 8 മീറ്ററാണ്. ഇതിലേക്ക് ഞാനൊരു ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഈക്വലൻ്റ് ഓപ്പോസിറ്റായിട്ടൊരു ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ, ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യാൻ. ടെൻസൈൽ ലോഡ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയതാണ്. അതറിയാത്തവർ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കാം. ഓക്കെ, ഇങ്ങനൊരു ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ 8 മീറ്റർ നീളമുള്ള ഈ ഒരു ഒബ്ജക്റ്റിന് സംഭവിക്കാൻ പോകുന്നത്, 8 മീറ്റർ എന്നുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് വർദ്ധിക്കാൻ കാരണമാവും. ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും പിടിച്ചു വലിക്കുകയാണ്, ഇവിടുന്ന് ഇങ്ങോട്ടും പിടിച്ചു വലിക്കുകയാണ്. അപ്പോൾ 8 മീറ്റർ നീളമുള്ള ഈ ഒരു വസ്തു, ഈ ഒരു ഒബ്ജക്റ്റ്, അതിൻ്റെ ലെങ്ത്ത് കൂടും. ലെങ്ത്ത് കൂടുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഈ തിക്നെസ് കുറയും ചെയ്യും അല്ലേ? ഇത്ര തിക്നെസ് ഉണ്ടാവില്ല. അതായത് ഈ ഒരു മെറ്റീരിയൽ എങ്ങനെയായി മാറും? തടി കുറഞ്ഞ് അല്ലേ? തടി കുറയും, നമുക്കറിയാവുന്നതാണ്. ഇതിൻ്റെ നീളം ഒരു 10 മീറ്ററാണെന്ന് വിചാരിച്ചു. 8 മീറ്റർ എന്നുള്ളത് ഈ ഒരു ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ അത് 10 മീറ്ററായിട്ട് കൂടി. ഇനി കംപ്രസീവ് ലോഡാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 8 മീറ്റർ എന്നുള്ളത് കുറയും അല്ലേ? കംപ്രസീവ് ലോഡിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇവിടെ 8 മീറ്റർ എന്നായിരുന്നു ഇതിൻ്റെ ഡയമെൻഷൻ. യഥാർത്ഥ ആക്ച്വൽ ഡയമെൻഷൻ എന്തായിരുന്നു? ഒറിജിനൽ ഡയമെൻഷൻ 8 മീറ്റർ എന്നാണ്. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അളവുകൾ, നീളം, ലെങ്ത് ഒരു അളവാണ്. സോ അളവ് ഇവിടെ 8 മീറ്റർ ആയിരുന്നു. ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ അത് 10 മീറ്ററായിട്ട് കൂടി. അതായത് ഈ ഡയമെൻഷൻ എന്തായി? ചേഞ്ചായി. അതായത് ഈ ഡയമെൻഷൻ ചേഞ്ച് വരുന്നതിന് നമുക്ക് ഡീഫോർമേഷൻ എന്ന് വിളിക്കാം. ഡിഫോം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ ആ രൂപത്തിൽ നിന്നും മാറുക. ഇവിടെ 8 മീറ്റർ ലെങ്ത്തിലായിരുന്നു ഈ ഒരു ഒബ്ജക്റ്റ് കിടന്നത്, അതെന്തായി മാറി? 10 മീറ്ററായിട്ട് വർദ്ധിച്ചു. അതായത് ഈ ഒരു ഒബ്ജക്റ്റിൽ ഒരു ടെൻസൈൽ ലോഡ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ അതിന് ഡീഫോർമേഷൻ സംഭവിച്ചു. ഇങ്ങനെ ഡീഫോർമേഷൻ സംഭവിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാര്യം പഠിച്ചു, അതിൻ്റെ അളവുകളിൽ മാറ്റം വരും. അപ്പോൾ ഈ അളവുകളിൽ മാറ്റം നമുക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ സ്ട്രെയിൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രെയിൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, ആദ്യം ഈ സ്ട്രെയിനിൻ്റെ ഒരു ഐഡിയ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ സ്ട്രെയിനിനെ സാധാരണഗതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എപ്സിലോൺ എന്നുള്ള ഒരു ലെറ്റർ വെച്ചിട്ടാണ്. സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു 0.5 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. സ്ട്രെയിനിൻ്റെ വാല്യൂ 0.5 ആണ്. സ്ട്രെയിനൊരു പ്രത്യേകത ഉണ്ട്, അതിന് യൂണിറ്റ് ഇല്ല. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പഠിച്ചു, ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പഠിച്ചു, അതേപോലെ പാസ്കൽ എന്നൊക്കെ പഠിച്ചെങ്കിൽ പോലും സ്ട്രെയിനിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. അതെന്തുകൊണ്ടാണ് യൂണിറ്റ് ഇല്ലാത്തത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നമുക്കിതിൻ്റെ കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിൽ നമുക്കതിന് വാല്യൂ കിട്ടുകയാണ്. സ്ട്രെയിൻ എപ്സിലോൺ ഈസ് ഈക്വൽ ടു 0.5 കിട്ടിയെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മീനിങ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഒബ്ജക്റ്റ്
ഈ ഒരു ഒബ്ജക്റ്റ് 3 മീറ്റർ നീളമെന്ന് വിചാരിക്കുക. ഇതൊരു മീറ്റർ, ഇത് 2 മീറ്റർ, ഇതൊരു മീറ്റർ വരിക, ഇതൊരു മീറ്റർ വരിക, ഇതൊരു മീറ്റർ വരിക. ടോട്ടൽ എന്തായി? 3 മീറ്റർ. ഇതിലേക്കൊരു ടെൻസൈൽ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഒരു 3 മീറ്റർ എന്നുള്ളത് കൂടും. ഒരു 4.5 ആയി എന്ന് വിചാരിക്കാം. 4.5 ആയി എന്ന് വിചാരിക്കാം. ഡീഫർമേഷൻ സംഭവിച്ചു. അപ്പോൾ ഇവിടുത്തെ സ്ട്രെയിൻ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയത് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു 0.5 എന്നാണ്. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു മീറ്ററാണ്, ഇതൊരു മീറ്ററാണ്, ഇതൊരു മീറ്ററാണ്, ഇത് മറ്റൊരു മീറ്ററാണ്, ഇത് മറ്റൊരു മീറ്ററാണ്. ഈ 3 മീറ്ററും കൂട്ടുമ്പോഴാണ് ടോട്ടൽ ഇതിന് ലെങ്ത് ആയിട്ടുള്ള 3 മീറ്റർ എന്ന് പറയുന്നത്. 1 + 1 + 1 ടോട്ടൽ 3 മീറ്റർ. അപ്പോൾ ഈ 0.5 എന്ന് പറഞ്ഞാൽ ഈ 1 മീറ്റർ ഈ ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ 1 മീറ്ററിൽ 0.5 വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്ട്രെയിനിൻ്റെ മീനിങ്. അതായത് ഈ ഒരു മെറ്റീരിയൽ ടോട്ടൽ മെറ്റീരിയൽ എടുത്തിട്ട് 1 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ 1 മീറ്ററിൽ ആദ്യം 1 മീറ്റർ ആയിരുന്നു, ഇപ്പം എന്തായി? 1.5 ആയി, 1.5 ആയിട്ടുണ്ടാവും. ഈ 1 മീറ്ററിൽ 0.5 കൂടി, ഈ 1 മീറ്ററിലും ഇവിടെയും വെച്ചിട്ടും 0.5 കൂടി, ഇവിടെയും 0.5 കൂടി. ഇങ്ങനെ ടോട്ടൽ 0.5 0.5 0.5 എത്ര? 1.5 മീറ്റർ ടോട്ടൽ എന്തായി? ഇതിൻ്റെ ലെങ്ത് വർദ്ധിച്ചു. അതായത് 3 മീറ്റർ എന്നുള്ളത് 4.5 മീറ്ററായി. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു എത്ര നീളമുള്ള ഒബ്ജക്റ്റ് ആയാലും വേണ്ടില്ല, അത് 10 മീറ്ററോ 11 മീറ്ററോ 20 മീറ്ററോ എത്ര മീറ്റർ ആയാലും വേണ്ടില്ല, ഒരു യൂണിറ്റ് മീറ്ററിൽ, യൂണിറ്റ് മീറ്റർ പറഞ്ഞാൽ 1 മീറ്റർ, ഓക്കെ, അല്ലെങ്കിൽ യൂണിറ്റ് ലെങ്ത്ത് എന്ന് പറയാം. യൂണിറ്റ് ലെങ്ത്തിന് ഉദാഹരണം 1 മീറ്റർ എന്ന് എടുക്കാം, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം, അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ എന്ന് എടുക്കാം. ഓക്കെ, യൂണിറ്റ് എന്നുള്ളത് 1 ആണ്. ലെങ്ത്ത് നമ്മൾ ഏത് യൂണിറ്റിലാണോ ആ യൂണിറ്റ്. ഇവിടെ യൂണിറ്റ് ലെങ്ത്ത് നമ്മൾ 1 മീറ്റർ എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 1 മീറ്ററിൽ എത്ര ഡിഫോർമേഷൻ സംഭവിച്ചു? അതിൻ്റെ ഡയമെൻഷൻ എത്ര ചേഞ്ച് ആയി? ഇപ്പോൾ ഇത് ടെൻസൈൽ ലോഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വർദ്ധിക്കുക. 1 മീറ്ററിലേക്ക് എപ്സിലോൺ ഇസ് ഈക്വൽ 0.5 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 1 മീറ്ററിൽ 0.5 മീറ്റർ എന്ത് ചെയ്തു? അതിൻ്റെ ലെങ്ത്ത് കൂടി. ലെങ്ത്ത് കുറയും ചെയ്യാം. ലെങ്ത്ത് എപ്പോഴാണ് കുറയുക? ഈ ലോഡ് കംപ്രസീവ് ലോഡാണെങ്കിൽ ലെങ്ത്ത് കുറയും. ഓക്കെ, ഇത് ടെൻസൈൽ ലോഡ് ആയതുകൊണ്ട് ഇവിടെ എന്തായി? 0.5 കൂടി. അതേപോലെ ഈ 1 മീറ്ററിലും 0.5 കൂടി, ഈ 1 മീറ്ററിലും 0.5 കൂടി. ഇതാണ് ആക്ച്വലി സ്ട്രെയിൻ എന്നുള്ള ഈ ഒരു അളവിൻ്റെ കോൺസെപ്റ്റ്. ഓക്കെ, സ്ട്രെസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതേപോലെ സ്ട്രെയിനിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇതാണ്. നമുക്കിനി എന്ത് ചെയ്യണം? ഈ സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസൊക്കെ ഒന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ഇനി നമുക്ക് സ്ട്രെയിനിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സ്ട്രെയിൻ ഡെഫിനിഷൻ: ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ. അതായത് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലെങ്ത്ത് വർദ്ധിച്ചു അല്ലെങ്കിൽ എത്ര ലെങ്ത്ത് കുറഞ്ഞു. ലെങ്ത്ത് മാത്രമാവണമെന്നില്ല, ഡയമീറ്റർ ആവാം, അല്ലേ, അതിൻ്റെ വീതിയാവാം, ബ്രെഡ്ത്ത് ആവാം. അപ്പോൾ ഏത് ഡയമെൻഷനാണോ ആ ഡയമെൻഷൻ എത്ര ചേഞ്ച് വന്നു അതേ ഡിവൈഡഡ് ബൈ അതിൻ്റെ ഒറിജിനൽ ഡയമെൻഷൻ എത്ര, അതാണെന്ത്? സ്ട്രെയിന്. അതായത് ഇപ്പോൾ ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് എടുത്തു. ഈ ഒബ്ജക്റ്റ് ഒരു 4 മീറ്റർ ആയിരുന്നു. ഈ ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് ഞാൻ, ഒരു ടെൻസൈൽ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്രസീവ് ഫോഴ്സും അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഒരു ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 4 മീറ്റർ എന്നുള്ളത് വർദ്ധിക്കും, അല്ലേ? 4 മീറ്റർ വർദ്ധിക്കും. ഈ വർദ്ധിച്ച 4 മീറ്ററിൻ്റെ ഈ ഒരു അളവ് എന്ന് പറയുന്നത് ഒരു 6 മീറ്ററാണെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് ഈ ചേഞ്ച് ഇൻ ഡയമെൻഷൻ മനസ്സിലാക്കണം. എത്ര ഡയമെൻഷൻ ചേഞ്ച് ആയത്? 4-ൽ നിന്നും 6 മാറി. അതായത് 2 മീറ്റർ വർദ്ധിച്ചു. അപ്പോൾ 2 മീറ്റർ വർദ്ധിച്ചു എന്നുള്ളത് നമുക്ക് തന്നെ എഴുതാം. ഇപ്പോൾ ഈ 6-ന്ന് 4 കുറച്ചാൽ മതി, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ. ഇതാണെന്ത്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഇനി ടു ഒറിജിനൽ ഡയമെൻഷൻ. ഒറിജിനൽ ഡയമെൻഷൻ ഏതായിരുന്നു? 4 മീറ്റർ ആയിരുന്നു, അല്ലേ? ഇപ്പോൾ 2 എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹരിക്കണം എന്നാണ്. ആ ഒറിജിനൽ ഡയമെൻഷൻ എത്ര? 4 ആണ്. നമ്മൾ എന്ത് ചെയ്തു? 4 എന്ന് എടുത്തു. ഇവിടെ 2/4 ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്താണോ അതാണെന്ത്? സ്ട്രെയിന്. ഓക്കെ, അതായത് എത്ര വരും? 2-ൽ 2 ഒരു വട്ടം പോവും, 4-ൽ 2 2 വട്ടം പോവും, 1/2 അതായത് 0.5. ഇത് സ്ട്രെയിൻ എത്ര? 0.5 വരുന്നത്. അപ്പോൾ ഈ 0.5ൻ്റെ മീനിങ് എന്താ? ഈ 4 മീറ്ററിൽ നമ്മൾ 4 മീറ്ററിൻ്റെ 4 ഓരോ മീറ്ററായി കഷ്ണം മുറിച്ചു വിചാരിക്കുക. അതായത് 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ, അല്ലേ? 1 2 3 4 മീറ്ററായിട്ട് അതിന് മുറിച്ചെന്ന് വിചാരിക്കാം.
ഇമാജിനേഷനാണ്. ഈ ഓരോ മീറ്ററിലും എത്ര കൂടിയിട്ടുണ്ടാവും? 0.5 മീറ്റർ ലെങ്ത്ത് വർദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ എത്ര വർദ്ധിച്ചിട്ടുണ്ടാവും? ഇതിൽ 0.5, ഇതിൽ 0.5, ഇതിൽ 0.5, ഇതിൽ 0.5, ടോട്ടൽ 2 മീറ്റർ ടോട്ടൽ ലെങ്ത്ത് വർദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ യൂണിറ്റ് ലെങ്ത്തിലും ഒരു ഒബ്ജക്റ്റിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ യൂണിറ്റ് ലെങ്ത്തിലും അതിൻ്റെ ഡയമെൻഷൻ എത്രത്തോളം ചേഞ്ച് ആവുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് സ്ട്രെയിൻ എന്നുള്ള ആ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എത്ര ഡയമെൻഷനിൽ ചേഞ്ച് വന്നു. ഇപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് കയ്യിലെടുത്തു. ആ റബ്ബർ ബാൻഡ് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒരു ലോഡ് അപ്ലൈ ചെയ്യണം, പിടിച്ച് വലിക്കുകയാണ്, അതായത് ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യാണ്. ആ റബ്ബർ ബാൻഡ് നീളം വെക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ആ നീളം വെക്കുക എന്നുള്ളത് ഡീഫോർമേഷനാണ്. ഈ ഡീഫോർമേഷൻ എത്രത്തോളം നടക്കുന്നുണ്ട്, ഓരോ യൂണിറ്റ് ലെങ്ത്തിലും എത്രത്തോളം നടക്കുന്നുണ്ട്, ദാറ്റ് ഈസ് സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെയിൻ്റെ യൂണിറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഇക്വേഷനിലേക്കൊക്കെ കിടക്കാം. അപ്പോൾ നിങ്ങൾ ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഈ സ്ട്രെയിനിനെ നമുക്ക് ഒന്ന് ക്ലാസിഫിക്കേഷൻ നടത്തണം. സ്ട്രെയിൻ ലീനിയർ സ്ട്രെയിൻ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയാം. ലീനിയർ സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് നോക്കി ഇങ്ങനെ ഒരു ഒബ്ജക്റ്റിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് വർദ്ധിക്കുന്നതിനോടൊപ്പം ഈ തിക്നെസ് എന്ത് ചെയ്യും? കുറയും അല്ലേ? നമ്മൾ റബ്ബർ ബാൻഡ് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് നമ്മൾ ആ ഒരു പിടിച്ച് വലിക്കുന്നതിൻ്റെ മുന്നുള്ള തിക്നെസ് ആവില്ല. പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ് വണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു വസ്തു ലെങ്ത്ത് സംഭവിക്കുമ്പോൾ അതിൻ്റെ എന്ത് ചെയ്യും? അതിൻ്റെ ലാറ്ററൽ സൈഡ് ചുറ്റുപാടുള്ള ഡയമെൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ആവുന്നുണ്ട്. നമ്മളിവിടെ ഏത് ചേഞ്ച് എടുക്കുന്നുള്ളൂ? ഈ ലെങ്ത്ത് വൈസുള്ള സ്ട്രെയിനാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്ത് വൈസുള്ള സ്ട്രെയിനെ നമുക്കൊന്ന് തരംതിരിക്കാം. അതിലൊന്നാണ് ടെൻസൈൽ സ്ട്രെയിൻ, രണ്ടാണ് കംപ്രസീവ് സ്ട്രെയിൻ, മൂന്നാണ് ഷിയർ സ്ട്രെയിൻ. ഈ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്നുള്ളത് ലീനിയർ സ്ട്രെയിനിൻ്റെ ഭാഗമല്ല. എന്നിരുന്നാലും എന്ത് ചെയ്യണം? നമുക്ക് വോളിയോമെട്രിക് സ്ട്രെയിനും മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? സ്ട്രെയിൻ എപ്സിലോൺ അല്ലെങ്കിൽ ഇ എന്നൊക്കെ കൊടുക്കാം. ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അതാണ് സ്ട്രെയിൻ്റെ ഇക്വേഷൻ. ഈ ചേഞ്ചിങ് ലെങ്ത്തിനെ നമുക്ക് ഡെൽറ്റ എൽ എന്നുള്ള ടേമായിട്ട് ഡിനോട്ട് ചെയ്യാം, ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്സിലോണിനെ എങ്ങനെ എഴുതാം? എപ്സിലോൺ ഇ എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. സ്ട്രെയിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൽ. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താ? ചേഞ്ച് ഇൻ ലെങ്ത്, എത്ര ചേഞ്ചായി. അപ്പോൾ 4 മീറ്ററുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് 6 മീറ്റർ ആവുകയാണെങ്കിൽ എത്രയാണ് ചേഞ്ച് വന്നത്? 4-ൽ നിന്ന് 6 ദാറ്റ് ഈസ് 2 മീറ്റർ എന്ത് ചെയ്തു? വർദ്ധിച്ചു. എങ്ങനെ കണ്ടുപിടിക്കാം? 6 - 4 ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ എൽ, അതായത് അതിൻ്റെ ഒറിജിനൽ ലെങ്ത്ത്. ലോഡ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൻ്റെ അളവ് എത്രയാണോ, അതിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്. ഇതിപ്പോൾ ലെങ്ത്ത് മാത്രമാണെന്ന് കേട്ടോ. ഇനി ഇവിടെ ഡയമീറ്റർ ആണെങ്കിൽ എന്താ? ചേഞ്ച് ഇൻ ഡയമീറ്റർ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമീറ്റർ. ഇനി വീതിയാന്ന് വിചാരിച്ചോ, വിഡ്ത്ത്. അപ്പോൾ എന്താ? ചേഞ്ച് ഇൻ വിഡ്ത്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ വിഡ്ത്ത്. ഇവിടെ എല്ലെന്ന് കൊടുത്തത് സിംപ്ലി നമ്മളൊരു ലെങ്ത്ത് എന്നുള്ളത് ഡയമെൻഷൻ ആക്കി എടുക്കുകയാണ്. അതായത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഓക്കെ, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി തന്നെ വിചാരിക്കുകയാണ്. ഇനി ഇതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ യൂണിറ്റ് കണ്ടുപിടിക്കാം? ഇവിടെ മുകളിൽ ലെങ്ത് ആണല്ലേ, ചേഞ്ച് ഇൻ ലെങ്ത് എന്നുള്ളത് ലെങ്ത്താണ്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് നമുക്കറിയാം എന്താ? മീറ്ററാണ്. ഡിവൈഡഡ് ബൈ, അതായത് ഈ ഒരു ഡിവിഷൻ. താഴെ എന്താണ്? ലെങ്ത്താണ്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താ വരിക? അതും മീറ്ററാണ്. സോ മീറ്റർ എന്ത് ചെയ്യും? ക്യാൻസലായി പോകും. നമുക്കവിടെ യൂണിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ സ്ട്രെയിനിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. ഇറ്റ് ഈസ് എ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി. ഡയമെൻഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ യൂണിറ്റ് ഇല്ലാത്ത ഒരു ടേമാണ് സ്ട്രെയിൻ. ഇനി നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഈ സ്ട്രെയിനിൻ്റെ ടൈപ്പുകളൊന്ന് മനസ്സിലാക്കണം എങ്ങനെയാണെന്നുള്ളത്. അതിൽ ടൈപ്സ് ഓഫ് സ്ട്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഏതൊക്കെ ഉണ്ട്? ടെൻസൈൽ സ്ട്രെയിൻ ഉണ്ട്, കംപ്രസീവ് സ്ട്രെയിൻ ഉണ്ട്. ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വെൻ എ മെമ്പർ ഈസ് സബ്ജക്റ്റഡ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ്. ഓക്കെ, അത് മനസ്സിൽ വെക്കുക. അറ്റ് ഇറ്റ്സ് എൻഡ്സ് ഇറ്റ്സ് ഇലോങ്ങേറ്റ് ഇറ്റ് ഇൻ ഇറ്റ്സ് ലെങ്ത്. The ratio of this elongation in length to original length of member is termed as tensile strain. സിമ്പിളാണ്. ഇങ്ങനൊരു ഒബ്ജക്റ്റ് എടുത്തു. ഈ ഒബ്ജക്റ്റിലേക്ക് ഞാനൊരു ടെൻസൈൽ ആക്സിയൽ ലോഡ് അപ്ലൈ ചെയ്യണം. ആക്സിയൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സിസ് ഏതായിരിക്കും? ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ഇതാണ്. സോ ഈ ആക്സിസിലൂടെ ഞാൻ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് വർദ്ധിക്കും.
ഇങ്ങനെ ലെങ്ത്ത് വർദ്ധിക്കുകയാണെങ്കിൽ എന്താ ഒറിജിനൽ ചേഞ്ച് ഇൻ ലെങ്ത്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്ത് ആണ് ഇവിടുത്തെ എന്ത് സ്ട്രെയിന്. ഇവിടെ ഈ സ്ട്രെയിന് ടെൻസൈൽ എന്നുള്ള വാക്ക് വരാൻ കാരണം ഇവിടെ കൊടുക്കുന്ന ലോഡ് എന്താണ്? ടെൻസൈൽ ലോഡാണ്. അപ്പോൾ ടെൻസൈൽ സ്ട്രെയിൻ എപ്പോഴും ലെങ്ത്താണ് നമ്മൾ ഡയമെൻഷൻ എടുക്കുമെങ്കിൽ ലെങ്ത്ത് കൂടുക ചെയ്യാം. ഇനി അതേപോലെ നമുക്ക് കംപ്രസീവ് സ്ട്രെയിൻ ഒന്ന് മനസ്സിലാക്കാം. എന്താണ് കംപ്രസീവ് സ്ട്രെയിൻ എന്നുള്ളത്? ഈ കംപ്രസീവ് സ്ട്രെയിൻ്റെ പ്രത്യേകത എന്താ? ടെൻസൈൽ സ്ട്രെയിനിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ് ഏതായിരിക്കും? ടെൻസൈൽ ലോഡായിരിക്കും. അപ്പോൾ കംപ്രസീവ് സ്ട്രെയിനിലോ കംപ്രസീവ് ലോഡായിരിക്കും. അതായത് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞു, ആ ഒബ്ജക്റ്റിലേക്ക് കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്യണം അല്ലേ. രണ്ട് എൻഡിലും ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് കൊടുക്കുകയാണ്? ഒരു ലോഡ് കൊടുക്കുകയാണ്. കംപ്രസീവ് ലോഡ് കൊടുക്കുകയാണ്. കംപ്രസീവ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഇതിൻ്റെ ലെങ്ത്ത് കുറയുക ചെയ്യാം അല്ലേ. ഇത്രയും കുറഞ്ഞു, നോക്കി നോക്ക്, ഇവിടെ ഇത്രയും കുറഞ്ഞു, ഇത്രയും ലെങ്ത്ത് എന്ത് ചെയ്തു? കുറഞ്ഞു. എന്ത് കാരണം? കംപ്രസീവ് ലോഡ് കാരണം. അപ്പോൾ എത്രത്തോളം കുറവ് വരുന്നുണ്ട്, ഓരോ യൂണിറ്റ് ലെങ്ത്തിലും എത്രത്തോളം കുറവ് വരുന്നുണ്ട് എന്നുള്ളത് കംപ്രസീവ് സ്ട്രെയിന് കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത്ത് എന്താ വരിക? കുറയുക ചെയ്യാം അല്ലേ. ഒരു മൈനസ് വാല്യൂ ഇതിൽ വരും. അതായത് കംപ്രസ് ചെയ്യാണ്, ലെങ്ത്ത് കുറയാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ കംപ്രസീവ് സ്ട്രെയിൻ വഴി ഒരു ഒബ്ജക്റ്റിലേക്ക് കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ യൂണിറ്റ് ലെങ്ത്തിലും അതിൻ്റെ ഡയമെൻഷൻ എത്രത്തോളം കുറവ് വരുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ കംപ്രസീവ് സ്ട്രെയിൻ ഉപയോഗിക്കുക. അതേപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടേമാണ് ഷിയർ സ്ട്രെയിൻ. നമുക്ക് എന്താണ് ഷിയർ സ്ട്രെയിൻ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതിൽ ഷിയർ സ്ട്രെയിൻ എന്നുള്ളത് ഇപ്പോൾ നോക്കി നോക്കുക, ഇതിങ്ങനെ ഒരു ഒബ്ജക്റ്റാണ്. ഈ ഒബ്ജക്റ്റിലേക്ക് ടാൻജൻഷ്യലായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ടാൻജൻഷ്യൽ ഫോഴ്സ്, അതായത് ഒരു സിമ്പിളാക്കി അതിൻ്റെ കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ലോഡ് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്, ഇതിൻ്റെ താഴെ ഫിക്സ്ഡ് ആണ് കേട്ടോ. ഇവിടെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. താഴെ എ ബി എന്നുള്ള ഈ ഭാഗം എന്ത് ചെയ്യാണ്? ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ ഈ ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ലോഡ് അപ്ലൈ ചെയ്യാം. ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതിൻ്റെ മോൾക്ക് ഇവിടെ പൊട്ടിപ്പോകും. നമ്മൾ ചെയ്യുന്നത് ഇവിടെ അപ്ലൈ ചെയ്ത, അതായത് ഈ ഭാഗത്ത് അപ്ലൈ ചെയ്ത ലോഡിനെ ഒന്ന് മുകളിലേക്ക് കൊടുന്ന് ഈ ഒരു എന്താ പറയുക സർഫസിന് പാരലായിട്ട് ലോഡ് അപ്ലൈ ചെയ്യാണ്, അല്ലെങ്കിൽ ആ സർഫസിലൂടെ ലോഡ് അപ്ലൈ ചെയ്യാണ്. അങ്ങനെ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ടാൻജൻഷ്യലി ലോഡ് അപ്ലൈ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മുകൾ ഭാഗത്തുണ്ട്, ഇവിടെ ഒരു ഏരോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ പ്രസ് ചെയ്യുന്നത്, ലോഡ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത് ഇങ്ങനെ നിൽക്കുന്ന ഒരു വസ്തു ഇങ്ങനെയായി മാറും. ഇങ്ങനെ നിന്നിരുന്ന ഈ ഒബ്ജക്റ്റ് ഒന്നിങ്ങനെ ഈ ഒരു രീതിയിലേക്ക് മാറും. അതായത് ഇവിടെ ഇപ്പോൾ എ ഡി സി ബി എന്ന് പറഞ്ഞ സാധനം എന്താവും? എ ഡി ഡാഷ് സി ഡാഷ് ബി ആയി മാറും, ഇങ്ങനെയായി മാറും. അപ്പോൾ അതിൻ്റെ ഡയമെൻഷനും അതിൻ്റെ ഷേപ്പൊക്കെ മാറുകയാണ്, ഡീഫർമേഷൻ സംഭവിക്കുകയാണ്. ഡീഫർമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഡയമെൻഷനുകളിൽ മാറ്റം സംഭവിക്കും. ഡയമെൻഷനുകളിൽ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ആ മാറ്റം നമുക്ക് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കാനാണ് സ്ട്രെയിൻ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ലോഡ് ഷിയർ ലോഡാണ്. ഷിയർ ലോഡ് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ് നമ്മൾ. അങ്ങനെ ഷിയർ ലോഡ് അപ്ലൈ ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ മെഷർമെൻറ്റിന് അല്ലെങ്കിൽ ഡയമെൻഷന് ചേഞ്ച് വരികയാണെങ്കിൽ ആ ചേഞ്ച് കണ്ടുപിടിക്കുന്നത് ഷിയർ സ്ട്രെയിൻ എന്നുള്ള ഒരു ടേമിലൂടെയാണ്. ഇവിടെ ഷിയർ സ്ട്രെയിൻ സാധാരണഗതിയിൽ നമ്മൾ അടയാളപ്പെടുത്തുക ആംഗിൾ വെച്ചിട്ടാണ്. റേഡിയനിലാണ് നമ്മൾ അടയാളപ്പെടുത്തുക. എത്രത്തോളം ചെരിഞ്ഞു പോയി, എത്ര ആംഗിൾ ചെരിഞ്ഞു പോയി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഫൈ എന്നുള്ള ഒരു ആംഗിൾ കാണാൻ കഴിയും, അല്ലെങ്കിൽ തീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ സ്ട്രെയിൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ഷിയർ സ്ട്രെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഷിയർ സ്ട്രെയിൻ കണ്ടുപിടിക്കുക. അതിൻ്റെ ഒരു ഇക്വേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരെ സി സി ഡാഷ് മീൻസ് ഇതാ ഇത്ര ഇവിടെ മുതൽ ഇതുവരെ സി ഡാഷ് ഡിവൈഡഡ് ബൈ സി ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇതുവരെ. ഓക്കെ, ഇതായിരുന്നു, ഇതിങ്ങോട്ട് ചേഞ്ചായി. ഓക്കെ, അപ്പോൾ ഇത് ചേഞ്ചാണ്. ഈ സി ടു ഡി എന്നുള്ളത് ആക്ച്വലായിരുന്നു. സി ടു സി ഡാഷ് എന്നുള്ളത് എന്താണ്? അത് ചേഞ്ചിനാണ്. സി ടു ഇപ്പോൾ നമുക്കറിയാം ഷിയർ സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇവിടെ ലെങ്ത് എന്ന് കൊടുത്തത് ഡയമെൻഷന്, ഇത് ഡയമെൻഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ ചേഞ്ച് എന്നുള്ള എന്താ? ഇവിടെയുള്ള സാധനം ഇങ്ങോട്ട് മാറലാണ്. സി ഡാഷ് ഇവിടെ കൊടുത്തില്ലേ? സി ഡാഷ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എന്താ? ഡി മുതൽ അല്ലെങ്കിൽ സി മുതൽ ഡി വരെ സി ഡി. അപ്പോൾ സി ഡാഷ് ഡിവൈഡഡ് ബൈ സി ഡി ചെയ്താൽ മതി. അതാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. സി ഡാഷ് ബൈ സി ഡി എന്ന് കൊടുത്തിട്ടുള്ളത്.
ഇത് നമുക്ക് എന്ത് വിളിക്കാം? ഷിയർ സ്ട്രെയിൻ എന്ന് വിളിക്കാം. അപ്പോൾ ടെൻസൈൽ സ്ട്രെയിന് എന്ത് കാരണമാണ്? ടെൻസൈൽ ലോഡ് മുഖാന്തരം ഉണ്ടാകുന്ന ഡയമെൻഷണൽ ചേഞ്ചിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കംപ്രസീവ് സ്ട്രെയിൻ എന്താ? കംപ്രസീവ് ലോഡ് മുഖാന്തരം ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയമെൻഷനിൽ വരുന്ന വ്യതിയാനങ്ങളെ അതിന് ഡീഫർമേഷൻ എന്ന് പറയാം. ഇനി ഡീഫർമേഷൻ എന്നുള്ള വാക്കേ ഞാൻ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ കംപ്രസീവ് ലോഡ് മുഖാന്തരം ഒരു ഒബ്ജക്റ്റിൽ വരുന്ന ഡീഫർമേഷൻ കണ്ടുപിടിക്കാനാണ് കംപ്രസീവ് സ്ട്രെയിൻ ഉപയോഗിക്കുക. ഇനി ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിലേക്ക് ഷിയർ ലോഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഷിയർ ലോഡിൻ്റെ അപ്ലിക്കേഷൻ മുഖാന്തരം ആ ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന ഡീഫർമേഷൻ കണ്ടുപിടിക്കാനാണ് ഷിയർ സ്ട്രെയിൻ നമ്മൾ ഉപയോഗിക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി അതേപോലെ വേറൊരു സ്ട്രെയിൻ ഉണ്ട്, വോളിയോമെട്രിക് സ്ട്രെയിൻ. എന്താ വോളിയം എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിലിപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് വർദ്ധിക്കും, ലെങ്ത്ത് കുറയും എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത്ത് മാത്രമല്ല കുറയുന്നത്, ടോട്ടലി അതിൻ്റെ 4 പുറമുള്ള എല്ലാ അളവുകളിലും മാറ്റം വരുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നോക്കി ഇവിടെ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് ഞാൻ ഇവിടുന്ന് ഒരു ഫോഴ്സ് പിടിച്ച് വലിക്കുകയാണ്, ഇവിടുന്ന് അങ്ങോട്ടൊരു ഫോഴ്സ് പിടിച്ച് വലിക്കുമ്പോൾ ഇവിടെ ഈ ഒരു ലെങ്ത്ത് എന്ത് ചെയ്യും? വർദ്ധിക്കും. നമുക്കറിയാം ഈ ലെങ്ത്ത് വർദ്ധിക്കുന്നതിനോടൊപ്പം ഇതിൻ്റെ തിക്നെസ് കുറയും, ഇതിൻ്റെ വീതി കുറയും. അതായത് ഡി കുറയും, ബിയും കുറയും അല്ലേ? ഇപ്പോൾ ഈ ലെങ്ത്ത് കൂടാനുള്ള കാരണം എന്താ? ഇപ്പം നമ്മൾ തന്നെ ഒരാൾ പിടിച്ച് വലിക്കാമെന്ന് വിചാരിക്കാം, നമ്മളെ പിടിച്ചാലും കഴിയില്ല, സപ്പോസ് വിചാരിക്കുക അങ്ങനെ. നമ്മൾ വേണ്ട, നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു റബ്ബർ ബാൻഡ് തന്നെ എടുക്കാം. ഓക്കെ, ഒരു റബ്ബർ ബാൻഡ് പിടിച്ച് വലിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ആ ഒരു റബ്ബർ ബാൻഡിലേക്ക് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ തിക്നെസ്സൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് വർദ്ധിക്കും. ഒബ്വിയസ്ലി നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. ആ ലെങ്ത്ത് വർദ്ധിക്കുന്നതിനോടൊപ്പം ആ റബ്ബർ ബാൻഡിൻ്റെ തിക്നെസ്സിന് കുറഞ്ഞു വരുന്നുണ്ടാവും. അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? നമ്മളൊരു ഡയമെൻഷനിൽ ചേഞ്ച് വരുമ്പോൾ അതിൻ്റെ ചുറ്റോറുള്ള മറ്റ് ഡയമെൻഷനിൽ എന്ത് ചെയ്യും? ചേഞ്ച് വരും. അതിൻ്റെ മൊത്തത്തിലുള്ള ഡയമെൻഷനെ നമുക്ക് വോളിയം എടുക്കാം. നീളത്തിലും വീതിയിലും അതിൻ്റെ തിക്നെസ്സിലൊക്കെ മാറ്റം വരും. ആ നീളം വീതിയും തിക്നെസ്സാണ് ആക്ച്വലി എന്ത്? വോളിയം. അങ്ങനെ വോളിയത്തിലൊരു ഡീഫർമേഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ വോളിയോമെട്രിക് ആയിട്ടുള്ള ഡീഫർമേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ സ്ട്രെയിൻ ആണെങ്കിൽ, സിമ്പിൾ സ്ട്രെയിൻ ആണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആയിരുന്നു. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം ഓഫ് ബോഡി ടു ദി ഒറിജിനൽ വോളിയം. നമുക്കതിനെ ഡി വി ഡിവൈഡഡ് ബൈ വി എന്ന് കൊടുക്കാം. ഡി വി എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ വോളിയം. വി എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനൽ വോളിയം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് വിളിക്കാം. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. സ്ട്രെസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? അവിടെ ഡീഫർമേഷൻ സംഭവിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഡീഫർമേഷൻ സംഭവിക്കുകയാണെങ്കിൽ വെൻ ഇറ്റ് ഈസ് ഡിഫോംഡ്, അങ്ങനെ ഡീഫർമേഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ഡീഫർമേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇറ്റ് ഈസ് ദി റേഷ്യോ. അതാണ് ആ ഡിഫർമേഷൻ കണ്ടുപിടിക്കലാണ് സ്ട്രെയിൻ. എങ്ങനെ കണ്ടുപിടിക്കാം? റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഹരിക്കുക. ആരൊക്കെയാണ് നമ്മൾ ഹരിക്കുന്നത്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ലെങ്ത്തിലോ അതിൻ്റെ ഡയമെൻഷനിലോ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മാറ്റത്തെ നമുക്ക് ചേഞ്ച് ഇൻ ഡയമെൻഷൻ കൊടുക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. അതേ ഹരിക്കണം ലോഡ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള യഥാർത്ഥ ഡയമെൻഷൻ, നമുക്കതിനെ ഒറിജിനൽ ഡയമെൻഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ സ്ട്രെയിനെ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്തുമ്പോൾ ടെൻസൈൽ സ്ട്രെയിൻ ഉണ്ട്, കംപ്രസീവ് സ്ട്രെയിൻ ഉണ്ട്, ഷിയർ സ്ട്രെയിൻ ഉണ്ട്, വോളിയോമെട്രിക് സ്ട്രെയിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ട്രെയിനുകൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അതിൽ സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഗ്രൂപ്പുകൾ വഴി ചോദിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി അടുത്ത ക്ലാസ്സിൽ എഫക്റ്റീവായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളൊരു പോയിൻറ്റും കൂടെ ഉണ്ട്, അതിന് ശേഷം നോക്കാം. കൺക്ലൂഡ് ചെയ്യാനുള്ള പോയിൻറ്റ്, നമ്മൾ സ്ട്രെസ്സാണ് ആദ്യം പഠിച്ചത്. സ്ട്രെസ് സിഗ്മ ഈസ് ഈക്വൽ ടു പി ബൈ എ. സിഗ്മ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സാണ്, പി എന്ന് പറഞ്ഞാൽ ലോഡാണ്, എ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്. ഇനി സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് കാണണം. അതിൽ പി എന്നുള്ള ലോഡാണ് അല്ലേ? ലോഡിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ ആണ്. പിന്നെ ഇവിടെ എന്തുണ്ട്? ഹരിക്കണം എന്നുണ്ട്. ഹരിക്കണം. ഏരിയയുടെ യൂണിറ്റ് നമ്മൾ മീറ്റർ സ്ക്വയറിലാണ് എടുക്കണമെങ്കിൽ യൂണിറ്റ് എന്താ വരിക? സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇനി ഏരിയ മില്ലിമീറ്ററിൽ എടുക്കണമെങ്കിൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് എന്തും കൂടെ വിളിക്കാം? പാസ്കൽ എന്നും വിളിക്കാം. ഈ പാസ്കൽ എന്ന് പറഞ്ഞാലും സ്ട്രെസ്സിൻ്റെ യൂണിറ്റാണ്. പാസ്കൽ എന്ന് പറഞ്ഞാലും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പറഞ്ഞാലൊക്കെ എന്താണ്? സെയിം ആണ്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ സ്ട്രെയിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ട്രെയിൻ എങ്ങനെ വരിക?
എപ്സിലോൺ ദാറ്റ് ഈസ് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ആ ഡയമെൻഷന് L എന്ന് കൊടുക്കുകയാണ്. അത് ഇങ്ങനെയും കൊടുക്കാം കേട്ടോ. ഇതിനും ഡെൽറ്റ ചേഞ്ച് എന്നുള്ള വാക്കിനെ സൂചിപ്പിക്കുന്ന ഒരു നൊട്ടേഷനാണ്. ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇതിനെന്തില്ല? നോ യൂണിറ്റ്. അപ്പോൾ നിങ്ങളെ നാളെ ഒരാൾ ചോദിക്കുകയാണ് സ്ട്രെയിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ടും കോൺഫിഡൻസോട് കൂടി പറയണം അതിന് യൂണിറ്റ് ഇല്ല എന്നുള്ളത്. സ്ട്രെയിൻ്റെ കോൺസെപ്റ്റ് എന്താ? ഒരു ഒബ്ജക്റ്റിലേക്ക് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഡിന് ഡീഫർമേഷൻ സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഡീഫർമേഷൻ സംഭവിക്കുമ്പോൾ ഓരോ യൂണിറ്റ് ഡയമെൻഷനിലും എത്രത്തോളം മാറ്റം വന്നു എന്ന് കണ്ടുപിടിക്കാനാണ് സ്ട്രെയിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ബെഞ്ച്, ഈ ബെഞ്ചിൽ നമ്മൾ ഇരിക്കാറുണ്ട്. ഇരിക്കുന്ന സമയത്ത് ബെഞ്ചിനൊന്നും അതിൻ്റെ ഡയമെൻഷനൊന്നും മാറ്റം സംഭവിക്കില്ല. വിച്ച് മീൻസ് അവിടെ ഡീഫർമേഷൻ സംഭവിക്കുന്നുണ്ട്, വളരെ മൈന്യൂട്ടായിട്ട് സംഭവിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്കത് കാണാൻ കഴിയില്ല. അപ്പോൾ അവിടുത്തെ സ്ട്രെയിൻ വളരെ 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 കുറവാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു റബ്ബർ ബാൻഡിലേക്ക് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ലെങ്ത്ത് മാറും. അതായത് അവിടുത്തെ സ്ട്രെയിൻ വളരെ കൂടുതലാണ്. അപ്പോൾ സ്ട്രെയിനിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി തന്നെ വിചാരിക്കുകയാണ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.